السلام عليكم ورحمة الله وبركاته. السلام. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى، ملء السماوات وملء الأرض وملء ما شاء من شيء بعد، الذي نزل القرآن هدى للناس وبينات من الهدى والفرقان بلغة عربي مبين بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم من لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة السادسة، القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനുള്ള പോഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3ാം സെമസ്റ്റർ 2ാം ഭാഗത്തെ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ നിർത്തിയത് ഇതായിരുന്നു. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ذلكم خير لكم إن كنتم تعلمون يغفر لكم. അപ്പൊ എന്തുകൊണ്ട് യഗ്ഫിർ ലക്കും എന്ന് ജസ്മി ചെയ്തു? റിക്വസ്റ്റിന്റെ എന്താണ്? അല്ല, അമ്രിന്റെ എന്താണ്? അമ്രിന്റെ ജവാബാണ്. ഇവിടെ എവിടെയാണ് അമ്ര വന്നിരിക്കുന്നത്? ഇവിടെ ആയത്ത് എന്താണ്? ആയത്ത് അൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി എന്നാണ് ആയത്ത്. തുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞെന്താണ്? യഗ്ഫിർ ലക്കും. കഴിഞ്ഞ പ്രാവശ്യം ആരും ചോദിച്ചില്ല, ഞാനത് പറഞ്ഞതാണ് എന്റെ ഓർമ്മ. എന്താ പറഞ്ഞത്? യഗ്ഫിർ ലക്കും. ഇവിടെ അമ്ര എങ്ങനെ വന്നു? ആയത്തോതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതെ, ആയത്തോതി. അമ്ര എവിടെയുള്ളത്? എന്നുള്ളത് അമ്രല്ലേ? യഗ്ഫിർ എന്നുള്ളത് അമ്രല്ല, അമ്രന്റെ ജവാബാണ്. ജവാബ് തുഅ്മിനൂന ബില്ലാഹി. തുഅ്മിനൂന തുഅ്മിനൂന എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആമിനു എന്നതിന്റെ അർത്ഥത്തിലാണ് ഉള്ളത്. ബിമാന ആമിനു, നിങ്ങൾ വിശ്വസിക്കൂ, വജാഹിദു, നിങ്ങൾ ജിഹാദ് ചെയ്യൂ എന്നാണ് അവിടെ അർത്ഥത്തിലുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? യഗ്ഫിർ എന്ന് അമ്രിന്റെ ജവാബ് ജസ്മി. അല്ലതിലും നിങ്ങൾക്ക് നിങ്ങളോടൊരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞിട്ടയോ? എന്താ കച്ചവടം? ആമിനു ജാഹിദു, വിശ്വസിക്കൂ, ജിഹാദ് ചെയ്യൂ, ഇതാണ് കച്ചവടം. അടുത്തത് നുഖ്തത്തു റാബിഅത്ത് അശർ, 14ാമത്തെ പോയിന്റ്. ഇയാദത്ത് എന്ന വാക്ക് പാഠത്തിൽ വന്നിട്ടുണ്ട്. ഇയാദത്ത് എന്ന് പറഞ്ഞാല് ആദ യഊദു. ആ ഇയാദത്തിന് മസ്ദറു ആദ യഊദു എഴുതിയിട്ടുണ്ട്. ആദ യഊദുവിന്റെ മസ്ദറാണ് അഥവാ ക്രിയാധാതുവാണ് ഇയാദത്ത്. അപ്പൊ ആദ യഊദു എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്. ആദ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സന്ദർശിച്ചു എന്ന അർത്ഥമുണ്ട്, മടങ്ങി എന്ന അർത്ഥമുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ സന്ദർശിച്ചു എന്ന അർത്ഥത്തിലാണ്. ആദ യഊദ് ഇയാദത്തിന് എന്ന് പറഞ്ഞാല് സന്ദർശിച്ചു എന്നാണ്. ആദ യഊദ് ഔദുൻ എന്ന് പറഞ്ഞാല് മടക്കമെന്നാണ്. ആദ യഊദ് ഔദുൻ എന്ന് പറഞ്ഞാൽ മടക്കം. ആദ യഊദ് ഇയാദത്തിന് എന്ന് പറഞ്ഞാല് സന്ദർശനം അല്ലെങ്കിൽ സന്ദർശിച്ചു. ഇവിടെ ആദ യഊദ് ഇയാദത്ത് എന്നാണ് ഇവിടെ മസ്ദറിന്റെ കാര്യമാണ് പറയുന്നത്. ഇയാദത്തുൻ മസ്ദറുൻ അല്ല, മസ്ദറു ആദ. മസ്ദറു ആദ എന്നാണ് കേട്ടോ. അതായത് ആദയുടെ മസ്ദറാണ് എന്ന അർത്ഥത്തിലാണ് മസ്ദറു ആദ എന്ന് പറയുന്നത്. ആദ യഊദു എന്ന കലിമത്ത് അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പിന്നെ ഇളാഫത്തിന്റെ കസറൊന്നും ഉണ്ടാവില്ല.
യഥാർത്ഥത്തിൽ എന്താണ് ഇലാഫത്താണ്. ആദ്യ യഊദു എന്നതിന്റെ മസ്ദറാണ്. ബിമഅന സാറൽ മരീദ. എന്താ അർത്ഥം? ആരെ സന്ദർശിച്ചു എന്നാണ്. സന്ദർശനം സിയാറത്തിന്റെ സന്ദർശനമല്ല, രോഗിയെ സന്ദർശിച്ചു എന്ന അർത്ഥത്തിലാണ്. സാറൽ മരീദ. ആദ്യ യഊദു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇവിടെ? സാറൽ മരീദ, രോഗിയെ സന്ദർശിച്ചു എന്നതിന്റെ ക്രിയാധാതുവാണ് ഇയാദത്ത്. വഹുവ അല വസിനി ഫിആലത്തുൻ. അപ്പൊ അതെന്താണ്? ഫിആലത്തുൻ എന്ന വസിനിലാണ് ഉള്ളത്. നമ്മൾ സാധാരണ ക്രിയാധാതു പറഞ്ഞപ്പോഴത്തേക്ക് ഫഅലയുടെ ക്രിയാധാതു ഫിഅലുനാണ്, ഫതഹയുടെ ക്രിയാധാതു ഫത്ഹുനാണ്. അപ്പോ ആദ്യ യഊദിന്റെ ക്രിയാധാതു ഫിഅലുൻ എന്ന രൂപത്തിലെടുത്താൽ ഫിഅല് ആണ് ക്രിയാധാതു എന്നെടുത്താൽ ഫിആലത്തുൻ ഫാഉം ഐനും ലാമും ഉള്ള ക്രിയ എടുത്തു കഴിഞ്ഞാൽ ഫിആലത്തുൻ എന്ന വസിനിലാണ് അത് വരിക. അങ്ങനെയാണ് ഗ്രാമർ പറയുന്നിടത്തെല്ലാം ഗ്രാമർ പുസ്തകങ്ങളിൽ ഫഅലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇയാദത്താണ്. അങ്ങനെയാണെങ്കിൽ അപ്പോ അതെന്താണ്? നമ്മൾ നേരത്തെ പറയാറുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഘടനയുണ്ട്, ഒരു വ്യവസ്ഥാപിതത്വമുണ്ട്. ആ വ്യവസ്ഥാപിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ സംഗതിയും വന്നിരിക്കുന്നത്. ബഹുവചനം വരുമ്പോൾ അതിന് ബഹുവചനം ബ്രോക്കൺ പ്ലൂറൽസ് പല ഘടനയിലുണ്ട്, പല രീതിയിൽ വരുമെങ്കിലും അതെല്ലാം എന്താണ്? അതൊരു ഘടനയാണ്. അപ്പൊ അങ്ങനെ ക്രിയാധാതു വരും, അല്ലെങ്കിൽ അങ്ങനെ ബ്രോക്കൺ പ്ലൂറൽസ് വരും. അതേപോലെ ക്രിയാധാതു വരുന്നിടത്ത് ക്രിയാധാതുക്കൾക്ക് ഒരു ഘടനയുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത ഘടനകൾ ഉണ്ട്. അല്ലാതെ ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കുകയല്ല, പല ഘടനകളിൽ ഉള്ളതിൽ ഒരു ഘടനയാണ്. അതാണ് വസിന് എന്ന് പറയുന്നത്. ഇതൊരു ഘടനയിലാണ്. വസിന് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തൂക്കം, മെഷർമെന്റ്, അളവ്, തോത് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു തോതിലാണ് വരുന്നത്. നമ്മൾ അളക്കാൻ തോതിങ് എടുത്തിട്ട് പറയും, തോത് കൊണ്ടുവരാൻ പറയും. ഒരു അളവുകോൽ എടുത്തു വെച്ചിട്ട് അങ്ങനെ ഒരു അളവുകോലിലാണ് ഉള്ളത്. വസിനി അല വസിനി ഫിആലത്തുൻ, അല വസിനി ഫിആലത്തിൻ, ഫിആലത്ത് എന്ന വസിനിലാണ്. ഹാത്തിൽ മസ്ദറ മിനൽ അഫ്ആൽ ലാത്തി അല വസിനി ഫിആലത്തിൻ, ഫിആലത്തിന്റെ ഘടനയിൽ തുടർന്ന് വരുന്ന ക്രിയകളുടെ ക്രിയാധാതു കൊണ്ടുവരൂ എന്നാണ്. പറയൂ. ദറസയുടെ ക്രിയാധാതു എങ്ങനെ വരും? കത്തബയുടേത് കിതാബത്തുൻ, സാറ സിയാറത്തുൻ, ഖറഅ ഖിറാഅത്തുൻ, വലദ വിലാദത്തുൻ. മുസ്തശ്വൽ വിലാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വലദ യലിദുവിന്റെ അർത്ഥം എന്താ? ലം യലിദ്, ലം യലിദ്, വലദ യലിദ്, ലം യലിദ്. വലദയുടെ അർത്ഥം ജനിപ്പിച്ചിട്ട്, വലത് ജനിപ്പിച്ചു. ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല. അപ്പോ മുസ്തശ്വൽ വിലാദത്ത് എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്ന ഹോസ്പിറ്റൽ, അതാണ് മെറ്റേണിറ്റി ഹോസ്പിറ്റൽ. റവ യർവി റിവായത്ത്. അപ്പൊ അങ്ങനെ ഇയാദത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടോ വിചാരിച്ചിട്ടുണ്ടാകും അതൊരു റയർ സംഭവമാണ്. അങ്ങനെയല്ല, അങ്ങനെ ക്രിയാധാതു വരുന്ന ഒരുപാട് ക്രിയകൾ ഉണ്ട്. അതിൽ ചിലതാണ് ദറസ. ദറസ എന്താണ്? ദറസയുടെ അർത്ഥം എന്താ? പഠിച്ചു. ദിറാസത്തുൻ, പഠനം. കത്തബ, എഴുതി. അതിന്റെ ക്രിയാധാതു എഴുതൽ. കിതാബത്തുൻ, സാറ സന്ദർശിച്ചു, വിസിറ്റ് ചെയ്തു. സിയാറത്തുൻ, സന്ദർശനം. ഖറഅ, വായിച്ചു. ഖിറാഅത്തുൻ, ഖിറാഅത്തിന്റെ വേറൊരു ക്രിയാധാതു എന്താണ്? ഖുർആനും. ഇവിടെ ഖിറാഅത്താണ് എടുത്തിരിക്കുന്നത്, കാരണം ഇയാദത്ത് വസിനിൽ പറയാനുള്ള പറഞ്ഞത്. വലദ വിലാദത്തിൻ, റവയുടെ അർത്ഥം എന്താണ്? റിപ്പോർട്ട് ചെയ്തു. റവ റിപ്പോർട്ട് ചെയ്തു. അതാണ് റിവായത്ത്, നിവേദനം, റിപ്പോർട്ട് ചെയ്യൽ.
അടുത്തത് നിങ്ങൾ എപ്പോഴും ഒരുപാട് വായിച്ചിട്ടുള്ള ഒരു വാക്കാണ് മുളിയ്. മുളിയ് എവിടെ വായിച്ചിട്ടുണ്ട്? മാറി അല്ലാതെ മുളിയ് എന്ന വാക്ക് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ട്? നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ചേരുന്നതിന് മുമ്പെങ്കിലും ദിവസവും യാസീൻ ഓതാറുണ്ട്. അല്ല, മുളിയ് എന്ന വാക്ക് വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഏതിന് വന്നാണെന്ന് അറിയാന്നല്ലേ ചോദിച്ചത്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ചേരുന്നതിന് മുമ്പെങ്കിലും യാസീൻ ഓതാറുണ്ടായിരുന്നോ ദിവസവും? പിന്നെ അല്ല, ആഴ്ചയിൽ ഒരിക്കലും മാസത്തിൽ ഒരിക്കലെങ്കിലും. അപ്പൊ മുളിയ് എന്ന വാക്ക് കിട്ടിയിട്ടില്ലേ? ولو نشاء لمسخناهم على مكانتهم. അപ്പൊ കിട്ടി. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ യാസീൻ ഓതണ്ട എന്ന് പറയുന്നത്. അങ്ങനെ അന്ധമായി അയച്ചു പോകണ്ട. മുളിയ് എന്ന് പറഞ്ഞാൽ അതാണ്. മദാ യംലി. മദാ യംലിയുടെ ക്രിയാധാതുവാണ് മുളിയ്. മദാ യംലി മസ്ദറു മുളിയുൻ മസ്ദറു മദാ യംലി. മദാ യംലിയുടെ മദാ എന്ന് പറഞ്ഞപ്പോ എന്താർത്ഥം? പാസ്റ്റ്, കടന്നുപോയി. എന്നാണ് മദാ യംലിയുടെ കർത്താവാണ്. അതെ, കർത്തൃനാമമാണ് മാവിൻ. മദാ യംലി മാവിൻ. ഇവിടെ മസ്ദറിനെ കുറിച്ചാണ് പറയുന്നത്. മുളിയുൻ മസ്ദറു മദാ യംലി. മദാ യംലിയുടെ മസ്ദറാണ് മുളിയ്. വഹുവ അലാ വസ്നി ഫുഊൽ. അപ്പൊ മസ്ദറിന്റെ മറ്റൊരു വസ്നാണ് ഫുഊൽ. ഒരു വസ്നി ഫിആലത്തുൻ. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മള് വസ്ന എന്ത് ചെയ്താൽ മതി? ഇയാദത്തിന് വേണ്ടി പഠിച്ചു വെച്ചാൽ മതി. ഇയാദത്തിന് അങ്ങനെ ഒരു വസ്നുണ്ട്. അതേപോലെ മറ്റൊരു വസ്നാണ് ഈ പറയുന്ന ഫുഊൽ വസ്ൻ. ഫുഊൽ അലാ വസ്നി ഫുഊലാണ്. ഫുഊദ് എന്ന് പറയുന്നത് സജദ യസ്ജുദു സുജൂദ് എന്ന് പറയും. എന്താണ് മുളിയ് എന്നുള്ളതാണോ അലാ വസ്നി ഫുഊൽ? അല്ല, മുളിയ് വസ്ന് ഫുഊലാണ്. മുളിയിനെ കുറിച്ച് വേറെ പറയാനുണ്ട്. അസ്ലുഹു മുളൂയുൻ എന്നാണ്. അതിന്റെ അസ്ല് മുളൂയുൻ എന്നാണ്. സുജൂദ് പോലെ. സജദ യസ്ജുദിന്റെ ക്രിയാധാതു എന്താ? സജദ യസ്ജുദിന്റെ ക്രിയാധാതു സുജൂദ്. ഖഅദ യഖഉദു ഖുഊദ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുളിയ് എന്നത് അവസാനം യാ വന്നതുകൊണ്ടുള്ള അല്ലെങ്കിൽ ദുർബലാക്ഷരം വന്നതുകൊണ്ടുള്ള പ്രത്യേകത ഉണ്ട്. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ക്രിയാധാതുവിന്റെ വസ്നുകൾ നമ്മൾ എഴുതി വെക്കുക കേട്ടോ. നമ്മൾ പഠിച്ച വസ്നുകളൊക്കെ എഴുതി വെക്കുക. അപ്പൊ നമുക്കത് ബോധ്യപ്പെടും. ഇവിടെ സുജൂദിൽ നിന്നും വന്നതാണ് മുളിയ്. മുളിയ് എന്നത് മുളൂയുൻ എന്നാണ് അതിന്റെ അസ്ല്. മുളൂയുൻ. മുളൂയുൻ. യാക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യാക്ക് അമ്മിനെ വഹിക്കാൻ പറ്റില്ല. അങ്ങനെ എന്ത് തൊട്ടപ്പുറത്തെ ദുർബലാക്ഷരം എപ്പോഴും ചിലപ്പോഴും എന്ത് ചെയ്യും? സപ്പോർട്ടറായിട്ട് വരും, സഹായിക്കാൻ വേണ്ടി. അപ്പൊ അയാളെ കൂടെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? രണ്ടും കൂടെ ഒരുമിച്ച് ശ്രദ്ധാക്കിയതാണ്. പിന്നെ എന്ത് ചെയ്തു? യാഹിന് അനുയോജ്യമായ കസ്ർ കൊടുത്തു. അങ്ങനെയൊക്കെ കുറെ സംഗതിയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് എന്താ പറയുക, സഞ്ജാൻ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, ദർശനൊക്കെ പഠിക്കും. അതിനകത്ത് ഒരുപാട് ന്യായീകരണങ്ങൾ അങ്ങനെ അതിന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിതിനെ അതേ ഘടനയിൽ പറഞ്ഞു പഠിക്കുക, എഴുതുക, പറഞ്ഞു പഠിക്കുക. അപ്പൊ നമ്മൾ 6 രൂപങ്ങൾ എഴുതി പഠിക്കുമല്ലോ, അതേപോലെ 6 രൂപങ്ങൾ എഴുതി പഠിച്ചാൽ നമുക്ക് എല്ലാ രൂപങ്ങളും ഓർമ്മിച്ചിരിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കാലയാണെങ്കിൽ കാല യഖൂലു ഖുൽ, ഖായിൽ മഖൂലു ഖൗൽ. അപ്പൊ നമുക്ക് കാലയുടെ ക്രിയാധാതു ഖൗലാണെന്ന് മനസ്സിലായി. അതേപോലെ മുളിയ്യ് എഴുതി വെച്ചാൽ അതേപോലെ നമുക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റും. അപ്പോ അസ്ലുഹു മുളൂയുനാണ്. ഹാത്തി മസ്തറ ഹവാ യഹ്വി. ഹവാ യഹ്വി ആണെങ്കിൽ എന്തായിരുന്നു അങ്ങനെ വരിക?
ഹുവിയൻ. ഹുവിയുൻ. ഹുവിയൻ. അതേപോലെ നമ്മൾ ബർനാമിജിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പാഠം പറഞ്ഞു ബർനാമിജ്. ബർനാമിജിൻ ജംഉഹു ബറാമിജു. ബർനാമിജിൽ എത്ര അക്ഷരമുണ്ട്? 4. അക്ഷരങ്ങൾക്ക് ബർനാമിജ്, ബർനാമജ്. ഇങ്ങനെ അക്ഷരങ്ങൾ അധികമായി വരുന്ന പദങ്ങളുടെ അക്ഷരം കുറച്ചിട്ടാണ് ബഹുവചനം ഉണ്ടാകുന്നത്. അക്ഷരം കുറച്ചിട്ടാണ് ബഹുവചനം ഉണ്ടാകുന്നത്. ബർനാമിജിന്റെ ന്യായം പോയി, പിന്നെ ബറാമിജാണ്. ബറാമിജ്. إذا جمع الاسم الذي حروفه 5 أو أكثر. 5 അതിലധികമോ അക്ഷരമുള്ള നാമങ്ങളുടെ ജംഅ് ഉണ്ടാക്കുമ്പോൾ ഇദാ ജുമിഅ എന്താണ്? ജമാക്കപ്പെട്ടാൽ. ജുമിഅ നമ്മൾ എവിടെ പഠിച്ചത് ഖുർആനില്? ജുമിഅ الشمس والقمر. സൂറത്തില് നമ്മൾ പഠിച്ച സൂറത്തല്ലേ? ഖിയാമയിലാണ്. ഓക്കെ. ജുമിഅ ഷംസു വൽ ഖമർ, ഖമറും ചന്ദ്രനും എന്തായാലും ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ജുമിഅ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഇവിടെ എന്താണ്? ജംആക്കപ്പെട്ടു, ബഹുവചനമാക്കപ്പെട്ടു. ഇസാ ജുമിഅൽ ഇസ്മുൽ ലദീ ഹുറൂഫുഹു 5 5 ഔ അക്സർ, അല്ലെങ്കിൽ അതിലധികമുള്ള. ഇവിടെ 5 ഔ അക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അധികം, അതിലധികം. അല്ലാതെ ഏറ്റവും അധികം എന്നുള്ള മീനിങ് അല്ല. 5 ഔ അക്സറു, 5-ലധികം. 5 അതിലധികമോ. 5 അതിലധികമോ ഉള്ള അക്ഷരങ്ങളുള്ള നാമത്തെ ബഹുവചനം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ആക്കപ്പെട്ടാൽ അക്സറു അലാ സിയഗത്തി മുൻതഹൽ ജുമുഅ. സിയഗത്തി മുൻതഹൽ ജുമുഅ കേട്ടാ. മുൻതഹൽ ജുമുഅ എന്ന് പറഞ്ഞാൽ ആധിക്യത്തിന്റെ ബഹുവചനം. ആധിക്യത്തിന്റെ ബഹുവചനം എന്നാണ് അതിന്റെ പേര്. ഇൻതഹ എന്ന് പറഞ്ഞാൽ എന്താ? നിരോധിച്ചല്ലോ. എന്താണ്? ഇൻതഹ നിരോധിച്ചു. ഇൻതഹ നിരോധിച്ചെന്ന നഹായാണ് നിരോധിച്ചത്. നഹ വിലക്കി നിരോധിച്ചു. ഇൻതഹ അവസാനിച്ചു. ഇൻതഹ അവസാനിച്ചു. താരീഖുൽ ഇൻതഹ, എക്സ്പയറി ഡേറ്റ്. സിയഗത്തുൽ മുൻതഹൽ ജുമുഅ എന്ന് പറഞ്ഞാൽ ആധിക്യത്തിന്റെ ബഹുവചനം എന്നാണ് അതിന് പറയാ കേട്ടോ. ഇൻതിഹ അതിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികമാക്കിയിരിക്കുന്നു എന്നല്ല. സിയഗത്തി മുൻതഹൽ ജുമുഅ, മുൻതഹൽ ജുമുഅന്റെ രീതിയിൽ അതിനെ ജംആക്കപ്പെട്ടാൽ അതിന്റെ ഘടനയാണ് ഈ പറഞ്ഞത്. ബറാമിജ്. മാ സാദ അലൽ അർബഅത്തി ഹുദിഫ. മാ സാദ അലൽ അർബഅത്തി. ഹുദിഫ എന്താണ്? ഒഴിവാക്കപ്പെടും. ഹദഫ ഒഴിവാക്കി, ഹുദിഫ ഒഴിവാക്കപ്പെടും. മാ സാദ അലൽ അർബഅത്തി 4-ൽ അധികമുള്ളതിനെ എന്ത് ചെയ്യും? ഒഴിവാക്കും. ജംആക്കാൻ എന്താ ചെയ്യുന്നത്? 4-ൽ അധികമുള്ള അക്ഷരത്തെ ഒഴിവാക്കണം. അപ്പൊ എങ്ങനെ വരും? ഇപ്രകാരമാണ് നഹ്വു എന്ന് പറഞ്ഞാൽ പോലെ. അപ്പൊ എങ്ങനെയെങ്കിലും കട്ട് ചെയ്താൽ പോരാ. എങ്ങനെയെങ്കിലും കട്ട് ചെയ്താൽ പോരാ. എങ്ങനെ കട്ട് ചെയ്യണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ബർനാമിജിന്റെ ന കളഞ്ഞു. ആദ്യത്തെ 2 അക്ഷരം കഴിഞ്ഞിട്ടുള്ളതാണ് കളയുന്നത്. സഫർജൽ സഫർജൽ വരുമ്പോഴത്തേക്ക് സഫാരിജു. സഫർജൽ അറിയാമല്ലോ. സഫർജല്ലി എന്ന് പറയുന്ന സംഭവം. സഫർജല്ലി കഴിക്കുന്ന ആപ്പിൾ പോലെ ഇരിക്കും, കഴിച്ചാൽ സഫർജല്ലി പോലെ ഇരിക്കും. അതാണ് സഫർജൽ. ബറാമിജ് ബറാമിജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം.
ബറാമിജ്. സോറി, ബർനാമിജ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതിന്റെ ബഹുവചനമാണ് ബറാമിജ്. ബറാമിജ്. ബർനാമിജിൽ എത്ര എഴുതാൻ? ബ-അർ-നാ-മ-ജ്. 6 അക്ഷരങ്ങൾ. ബറാമിജ് എന്നാണ് അതിന്റെ ബർനാമിജ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതിന്റെ ബഹുവചനം ബർനാമിജ്. ബറാമിജു. ബറാമിജ്, ബർനാമജുൻ, ബറാമിജുൻ, ബറാമിജു. മസാജിദ് വസിലാണ് കൊണ്ടുവരേണ്ടത്. കളയും. വീണ്ടും കളയും. ഇടയിലുള്ള അക്ഷരം പോകും. സഫർജൽ, സഫാരിജു. എല്ലാം ഒരേപോലെ അല്ല കേട്ടോ, എല്ലാം ഒരേപോലെ അല്ല. അത് ചില അക്ഷരങ്ങളാണ് പോകുന്നത്. സഫർജൽ, സഫാരിജു, അവസാനത്തെ ലാമാണ് പോയത്. അവസാനത്തെ ലാം പോയി. അങ്കബൂത്ത്, അനാക്കിബു. അനാക്കിബു. ഒക്കെ മസാജിദ് ഗ്രൂപ്പിലാണല്ലോ വരുന്നത്. ആ മസാജിദ് ഗ്രൂപ്പിലാണ് വരുന്നത്. അതിന്റെ റിസൾട്ട് വരുമ്പോൾ ജമ്മു വരുന്നത്. അതുകൊണ്ട് ഗൈർ മുൻസരിഫ് ആയിരിക്കും. അഞ്ജലീബുൻ, അനാദിലു. അവിടെ അവസാനത്തെ അക്ഷരം പോയത്. മുസ്തഷ്ഫ വരുമ്പോഴത്തേക്ക് മുസ്തഷ്ഫ മഷാഫിനാണ്. ഇല്ലത്തിന്റെ അക്ഷരം അവസാനമാണ്. ഇതെല്ലാം മസ്ദർ അല്ലേ? അല്ല മസ്ദർ അല്ല, ജമ്മ. എന്തായത്? എന്താ, എന്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്? ജമ്മ അല്ലേ? ബഹുവചനത്തെ കുറിച്ചാണ് പറയുന്നത്. അതെ അതെ. ബർനാമിജുൻ ജംഉഹു ബറാമിജുൻ ഇദാ ജുമ എന്നിട്ട് പറഞ്ഞത്. അതിന് അവിടെ പുസ്തകപ്പെട്ട് പറയും ഇദാ ജുമിഅൽ ഇസ്മുൽ ലദി ഹുറൂഫുഹു ഖംസത്തുൻ ഔ അക്സറു. 5 അതിലധികമോ ഉള്ള അക്ഷരങ്ങളെ ഉള്ള നാമങ്ങളെ ജമാക്കുമ്പോൾ അലാ സിയഗത്തി മുൻതഹൽ ജുമുഅ, മുൻതഹൽ ജുമുഅന്റെ വസിൽ അഥവാ മസാജിദ് പോലുള്ള വസിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഖുദിഫ മാസാദ അലൽ അർബഅത്തി, 4-ൽ അധികമുള്ള അക്ഷരങ്ങൾ കളയും. കേട്ടോ? മുസ്തഷ്ഫ എന്റെ ജമ്മു മഷാഫ്. അതില് മുസ്തഷ്ഫയിൽ വേറൊരു സംഭവം കൂടെ വന്നു. മുസ്തഷ്ഫയുടെ അവസാനം എന്താ ഒരു ദുർബലാക്ഷരം വന്നു. അപ്പൊ ആ ദുർബലാക്ഷരത്തെ എടുക്കാൻ പറ്റില്ല. ആ ദുർബലാക്ഷരത്തെ കളഞ്ഞിട്ട് എന്ത് ചെയ്യും? തൊട്ടുമുമ്പുള്ളത്തെ അക്ഷരത്തിന് കസർ കൊടുക്കും. മഷാഫിയുൻ എന്നാണ് വരേണ്ടത്. മഷാഫിയുൻ. യാന് വമ്മ് സ്വീകരിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും? യാ കളഞ്ഞിട്ട് തൊട്ടുമുമ്പുള്ളതിന് തെന്മീൻ കൊടുക്കും. അങ്ങനെയാണ് മഷാഫിൻ എന്നുള്ളത്. അതുകൊണ്ടാണ് മറ്റേ മുകളിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം താഴെ കഴിയാത്തത്. അനാക്കിബു ഇവിടെ 4 ഉണ്ട്. ഈ ഇടയിലുള്ള അലിഫ് കണക്കാക്കുന്നില്ല കേട്ടോ. സഫർജൽ 4-ൽ അധികമുള്ളത് കളയുന്നല്ലേ പറഞ്ഞ്. ആസാദ് അലൽ അർബഅത്തി. അപ്പൊ സഫർജലിന്റെ സീന് ജീം ഇതാണ് എടുക്കുന്നത്. അനാദിലെ ഐന് നൂന് ദാല് ലാം. അനാദിൽ ഇവിടെ അങ്ങനെ 4 അക്ഷരം എന്ന് പറഞ്ഞത്. അനാദിലിന്റെ അർത്ഥം എന്താണ്? അന്തലീബ് എന്താണ്? അന്തലീബ് എന്ന് പറഞ്ഞാൽ നൈറ്റിംഗേൽ. ആ നൈറ്റിംഗേൽ എന്താ? ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇല്ലേ? അന്തലോസ് ദ്വീപ്. അത് ദ്വീപല്ല, അതല്ല. അന്തലീബ്, അന്തലൂസ് അല്ല, അന്തലീബ്. നൈറ്റിംഗേൽ രാപ്പാടി. പക്ഷി. രാപ്പാടി എന്ന് പറയും പക്ഷിയുണ്ട്. അതെ, ആ പക്ഷി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ അറിയാൻ പറ്റും. നല്ല പാട്ടാണെന്ന് പറയും. മനോഹരമായ ഗാനം എന്നാണ് പറയുന്നത്. എന്റെ സ്വരം അതാണ് അന്തലീബ്. അതിന്റെ ബഹുവചനമാണ് അനാദിലു. മുസ്തഷ്ഫ വരുമ്പം മഷാഫിൻ. അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക.
ഓക്കെ, നമ്മള് ഇതിങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കുക. അതനുസരിച്ച് നമ്മൾ ജമ്മ് ഉണ്ടാക്കുന്നു. അപ്പൊ ജമ്മുകൾക്ക് ഒരു ഘടനയുണ്ട്, ആ ഘടനയിലാണ് ഇത് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ബാക്കി ഇതെല്ലാം അങ്ങനെ ഏത് മെഷർമെന്റിലാണ് എടുക്കുക നമുക്ക് അങ്ങനെ സ്ട്രക്ചർ അങ്ങനെ ആ രീതിയിൽ പറയാൻ പറ്റില്ല. സാധാരണ ഉള്ള ഇതിലും ഇതന്നെയല്ലേ ജമായിട്ട് വരിക, മഷാഫി എന്നൊക്കെ. സംഭവം സാധാരണ തന്നെയാണ്, പക്ഷെ ഇതിന്റെ ഘടനയാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് സംഭവം ഉള്ളത് എന്നാണ് പറഞ്ഞത്. ഓക്കെ. ആ, അതിന് ഘടന ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇംഗ്ലീഷിലെ മറ്റേതെങ്കിലും ഭാഷകൾ പോലെ അതിങ്ങനെ ഉണ്ടാക്കുമോ എന്ന് പറയല്ല പോകുന്നു. മറിച്ച് എന്താണ്, അതിന് ഒരു ഘടനയുണ്ട്, ആ ഘടനയിലാണ് ഇത് വരുന്നത് എന്നാണ് പറഞ്ഞത്. സ്ട്രക്ചറാണ് പറഞ്ഞത്. സാബിയത്തേശ നാഫിദത്തുൻ നവാഫി. ആ, സാബിയത്തേശ തുജ്മഉ ഖതീഅത്തുൻ. അപ്പൊ ഖതീഅത്തിന്റെ ജം എന്താണ്? തുജ്മഉ. നേരത്തെ പറഞ്ഞ ജുമിയ എന്ന് പറഞ്ഞു. ജുമിയ അത് അതിന്റെ ഏതത്? അത് മാളിയായിട്ടാ പറഞ്ഞത്. ഇതാ ജുമിയ ജമാക്കപ്പെട്ടാൽ, അപ്പോ ജമിന്റെ ജമാഅയുടെ മാളിയുടെ അല്ല, അതെ, ജമാ എന്ന മാളിയായ പദത്തിന്റെ മജ്ഹൂലാക്കി പറഞ്ഞാണ് ജുമിയ ജമാക്കപ്പെട്ടു. ഇവിടെ എന്ത് ചെയ്തു? ആ, ഇവിടെ ജമാഅയുടെ അപൂർണക്രിയയായ അഥവാ മുബാരിയായ യജ്മാഉ എടുത്തു. യജ്മാഉ എടുക്കുമ്പോൾ ഖതീഅത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് തുജ്മഉ എന്ന് പറഞ്ഞു. തുജ്മഉ ജമാക്കപ്പെടും. ഖതീഅത്തുൻ എന്ന പദം ജമാക്കപ്പെടും. എങ്ങനെ? അല ഖതായ. ഖതായ എന്ന വസിനിലാണ് അത് ജമാക്കപ്പെടുന്നത്. അപ്പോ ജമ്മിന്റെ വസിനുകൾ, മസ്തറിന്റെ വസിനുകൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മസ്തറിന്റെ വസിന് പഠിച്ചു, ഇപ്പം ജമ്മിന്റെ വസിനുകൾ. അപ്പൊ അതിൽ നമുക്ക് അങ്ങനെ ഘടനകളുണ്ട്. കുറെ ക്രിയകൾ ഈ ഘടനയിൽ വരും, അല്ലെങ്കിൽ കുറെ നാമങ്ങൾ ഈ ഘടനയിൽ വരും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹദിയ്യത്തിന്റെ ജം എന്തായിരിക്കും? ഖതീഅത്തുൻ ജംഉഹു ഖതായ ആണെങ്കിൽ ഹദിയ്യത്തുൻ ജംഉഹു ഹദായ. 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 ഹദായ എന്ന് പറയുമ്പോ അവിടെ യാക്ക് ശേഷം ഹാത്തുണ്ടാവൂല അല്ലേ? ഇല്ല, അലിഫ്. ഖതീഅത്തിന്റെ താഴൊക്കെ പോയിട്ട് പിന്നെ ഖതായ എന്നല്ലേ പറയും. ഹദിയ്യത്തുൻ ഹദായ. ഹദിയ എന്താണ്? ഹദിയ കൊടുക്കാൻ. ആ, മീനിങ് പറയുന്നവർക്ക് ഒരു ഹദിയ കിട്ടും. ഗിഫ്റ്റ്. ഹദിയ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്. അപ്പൊ അതിന്റെ ബഹുവചനമാണ് ഹദായ. മതിയ്യത്തുൻ മതായ. മതിയ്യത്ത് സവാരി മൃഗം. മത്തായ എന്നുള്ള എന്തില് താ വരില്ല അല്ലെ? ഇല്ലെന്നാണ് പറഞ്ഞ. ഖതീഅത്തിന്റെ എഴുതിയിരിക്കുന്ന നോക്കുക, അവിടെ അതിൽ തായുണ്ട്. ഒറിജിനലി ബഹുവചനം വരുമ്പോൾ തായില്ല. ഹതായ. ഹദിയ്യത്തുൻ ഹദായ തായില്ല. മതിയ്യത്തുൻ മതായ. മതിയ്യത്തിന് എന്ന് പറഞ്ഞാല് റൈഡിങ് അനിമൽ, സവാരി മൃഗം. നമ്മള് വാഹനം എന്ന് പറയൂലേ, സഞ്ചരിക്കുന്ന മൃഗത്തിനെയാണ് ചെയ്യുന്നത്. വാഹനമായി ഉപയോഗിക്കുന്ന മൃഗത്തിനാണ് മതിയ്യത്തിന് എന്ന് പറയുന്നത്. കുതിരയൊക്കെ പറയാം. ആ, എന്തായിരുന്നാലും അതേപോലെ മസിയ്യത്തിന് സവിശേഷതകൾ എന്നൊക്കെ പറയും. മസിയ്യത്ത് സവിശേഷത, പ്രത്യേകത, മെരിറ്റ്, അഡ്വാൻറ്റേജ് എന്നൊക്കെയാണ് ഇവിടെ മീനിങ് കൊടുത്തിരിക്കുന്നത്. സവിശേഷതകൾ എന്നൊക്കെ പറയാം. സവിശേഷത അതിന്റെ ബഹുവചനമാണ് മസായ.
യാഉം അലിഫുമാണ് അവസാനം വരുന്നത്. മുസായ. ശരിയത്തുൻ സറായ. തറായ. ശരിയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആർമി ബറ്റാലിയനേക്കാൾ അതിന്റെ ചെറുത്, അതിനുള്ള ശരിയത്ത് എന്ന് പറയും. സൈനിക വ്യൂഹം, മിലിറ്ററി ഡിറ്റാച്ച്മെന്റ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. ശരിയത്ത്, സറായ. അതേപോലെ ഷളിയത്തുൻ, ഷലായ, ഷലായ, ഷളിയത്ത്. ഷളിയത്തിന് സ്പ്ലിൻഡർ എന്നാണ് മീനിങ് കൊടുത്തിരിക്കുന്നത്. സ്പ്ലിൻഡർ, സ്പ്ലിൻഡർ. ഇംഗ്ലീഷ് അറിയുന്നവർ പറയാം എന്റെ അർത്ഥം എന്താ. സ്പ്ലിൻഡർ, SPLINTER, സ്പ്ലിൻഡർ. ഓട്ടക്കാരൻ, എന്താണ്? ഓട്ടക്കാരൻ, ഓട്ടക്കാരൻ. ഓട്ടക്കാരൻ. ആ, അതേപോലെ ബരിയത്ത്. ബരിയത്ത് എന്താ? ബരിയത്ത് വാക്ക് വായിച്ചുള്ള ആരെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും? ബറാഅത്ത് ഉണ്ട്. ബറാഅത്ത് വായിച്ചിട്ടുണ്ട്, ബരിയത്ത് വായിച്ചിട്ടില്ല. അപ്പം ബേസിക്കിന്റെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ബേസിക് ആണ്, പ്രിലിമിനറി 2 ആണ്. പ്രിലിമിനറി 2 അല്ലെങ്കിൽ ബേസിക്, ഇത് രണ്ടിനുമാണ് സോഴ്സിൽ ബയ്യന വരുന്നത്. ഖൈറുൽ ബരിയ. ഖൈറുൽ ബരിയ, ഷറുൽ ബരിയ എന്നൊക്കെ പഠിച്ചില്ലേ? അത് പഠിച്ചുകൊണ്ടാണ് ഓർമ്മ വരാത്തത്. ബരിയത്തിന് സൃഷ്ടി, അതിന്റെ ബഹുവചനമാണ് ബറായ. എങ്ങനെ? ബറഅ, ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ബറഅ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, ബരിയത്തിൻ സൃഷ്ടിക്കപ്പെട്ടത്. കേട്ടാ? നിന്ന് സൃഷ്ടിച്ചു. ഹമീദ് പോലെയാണ്. ഹമീദ് എന്താണ്? പെട്ടതാണ് ഹമീദ്. അതേസമയം റഹീം റാഹിമിന്റെ ആധിക്യമാണ്. അതേപോലെ ബരിയത്ത് എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണ്. ബരിയത്തിന് അതിന്റെ ബഹുവചനം ബറായ. ജാവിയത്തും, ജാവിയത്ത് അറിയാമല്ലോ, കോർണർ. സാധാരണ സ്പോക്കണിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ജാവിയത്ത്. ജാവിയത്ത് എഡ്ജ്, കോർണർ, ആംഗിള് എന്നൊക്കെയുള്ള അർത്ഥമായിരുന്നു. ചെവായ. الثامنة عشر هات الفعل الذي اشتق منه اسم التفضيل أوهن. واذكر منه المضارع والمصدر. ഔഹനു എന്ന വാക്ക് എവിടെ നിന്ന് കിട്ടി? ഹാത്തിൽ ഫഅലല്ലദി ഉഷ്തുഖ മിൻഹു. ഉഷ്തുഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒരു നാമം ഏതെന്നിൽ നിന്നാണോ ഉരുത്തിരിഞ്ഞു വരുന്നത്, അതാണ് ഇസ്തക്ക എന്ന് പറയുന്നത്. കേട്ടോ, ഇസ്തക്കാക്ക് എന്നാണ് അതിന് പറയല. അതിന്റെ ഗ്രമറ്റിക്കൽ വാദാണ് ഇസ്തക്ക എന്ന് പറയുന്നത്. ഇസ്തക്ക എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമർപരമായ ഒരു ടെർമിനോളജിയാണ്, ഗ്രമറ്റിക്കൽ ടെർമിനോളജിയാണ്. ഏത് പദത്തിൽ നിന്നാണ് ഔഹനു എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത്, അല്ലെങ്കിൽ രൂപപ്പെട്ടു വന്നത്? ഹാത്തി, അതിനെ കൊണ്ടുവരൂ. ഏതിനാ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്? വഹന യഹിനു, ദുർബലമായി. അതിൽ നിന്നാണ് ഔഹൻ. ഔഹൻ എന്താണ്?
ദുർബലമാക്കി. ഔഹന് ദുർബലമാക്കിയോ? ദുർബലം. ഔഹനു. ഔഹനു എന്ന ഫോം എന്തിന്റെ ഫോമാണ്? ആ ഘടന, അക്ബർ. ആ വസിന് ഇസ്മു തഫ്ദീൽ എന്നാണ് പറയാ. തഫ്ദീൽ. ആ ശ്രേഷ്ഠ പദം. അതെ ആ ശ്രേഷ്ഠമാക്കുന്ന പദം ഇസ്മു തഫ്ദീൽ. അതാണ് ഔഹന എന്ന് പറയുമ്പോ എന്തായിരിക്കും അപ്പൊ അതിന്റെ അർത്ഥം? കൂടുതൽ ദുർബലമാക്കിയത് ദുർബലമാക്കിയെന്നോ? അല്ല, ഏറ്റവും ദുർബലമായത്. അക്ബറു അഹ്സനു. അതെ. പഠിച്ചു വന്നപ്പോഴത്തേക്ക് ആദ്യം പഠിച്ചാൽ അടിയിലായി. അങ്ങനെയാണോ? ആദ്യം പഠിച്ചേക്ക് അടിയിലായപ്പോ എല്ലാം മറന്നുപോയി. അക്ബറു അഹ്സനു, ഏറ്റവും നല്ലത്, ഏറ്റവും വലുത്. അതിന്റെ മുദാരിയും മസ്ദറും പറയും. വഹന യഹിനു. യഹിനു. പിന്നെ ക്രിയാധാതു വഹ്നുൻ. വഹ്നുൻ അതെന്താണ്? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. എന്താർത്ഥം? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. ഹമലത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചു. പ്രസവിച്ചല്ല, ചുമന്നു. വഹ്നൻ അലാ വഹ്നിൻ, ക്ലേശകരമായിട്ട്. ദൗർബല്യത്തിന് മേൽ ദൗർബല്യം. നമ്മള് ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു പണ്ട് ഇങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു പോകുന്നു. ഇപ്പൊ കേൾക്കുന്ന ആൾക്ക് ഉമ്മ ഒരുപാട് പ്രയാസം സഹിച്ച് ചുമന്നു ആശയം കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കും. ഭാഷാർത്ഥം വരുമ്പോ ദൗർബല്യത്തിന് മേൽ ദൗർബല്യമാണ്. ശരീരം ഏറ്റവും വീക്കായിരിക്കുന്ന അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക. മാനസികമായും ശാരീരികമായും വീക്കായിരിക്കും എന്നർത്ഥം. ഉസ്കുർ അർബ ആയാത്തിൻ വറദ ഫീഹാ ഹാദൽ ഫിഅലു ഔ മുസ്തഖാതുഹു. അപ്പൊ 4 ആയത്ത് കണ്ടുപിടിക്കണം കേട്ടാ. ഒരായത്ത് ഞാൻ പറഞ്ഞു തന്നു. വസ്കുർ പരാമർശിക്കുക, അർബ ആയാത്തിൻ 4 ആയത്തുകൾ, വറദ വന്നിട്ടുള്ളതായ, വറദ എരിതു വന്നു, ഫീഹ അതിൽ വന്നു, ഹാദൽ ഫിഅലു ഈ ഫിഅല്, വഹന എന്ന ക്രിയ, ഔ മുസ്തഖാതുഹു അല്ലെങ്കിൽ അതിന്റെ പിരിഞ്ഞുണ്ടായ സംഗതികൾ. ഹാത്തിൽ മുദാരിഅ മിൻ അൻസറ. അൻസറയുടെ മുദാരി എന്താണ്? അൻസറ യുൻസിറു. ഓക്കെ. ലയ്യ അൻസറയുടെ അർത്ഥം എന്താ? മുന്നറിയിപ്പ് നൽകി. അപ്പൊ വാണിങ്ങിന് എന്ത് പറയും? വാണിങ് എന്ത് പറയും? ഇൻസാർ. നസീർ അല്ല. മുന്നറിയിപ്പുകാരനാണ് കേട്ടോ. നാദിറിന്റെ ആധിക്യത്തിന് രൂപമാണ് നദീർ. ഇവിടെ അൻസറ മുന്നറിയിപ്പ് നൽകി. ഇൻസാർ മുന്നറിയിപ്പ് നൽകൽ, വാണിംഗ്. പാഴാക്കി. അതെ. ഹസ്സ എന്താ അർത്ഥം? പ്രേരിപ്പിച്ചു. ഹസ്സ പ്രേരിപ്പിച്ചു. അടുത്തത് പാഠം 20. പാഠം 20 3+ ക്രിയകളുടെ കൂടുതൽ ഉദാഹരണങ്ങളാണ് ഇതിൽ വരുന്നത്. അതിന്റെ കൽപ്പനക്രിയയും അപൂർണക്രിയയും കൽപ്പനക്രിയയൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നതാണ് ഇതിലെ പ്രധാന പരാമർശം.
കൽപ്പന ക്രിയ ക്രിയാധാതുവൊക്കെ എങ്ങനെ വരും? പിന്നെ ലെമ്മയുടെ പ്രയോഗം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നഹ്നുവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗം കൂടി വരുന്നുണ്ട്. അത് ഉദാഹരണം പറയുമ്പോഴത്തേക്ക് പാഠത്തിലെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ പ്രധാനമായിട്ടും 3+ ക്രിയകളുടെ കൂടുതൽ ഉദാഹരണങ്ങളാണ്. അതിന്റെ കൽപ്പനയും ക്രിയാധാതുവും ഒക്കെ വരുന്ന ഘടനയൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് തദക്കറ ഗ്രൂപ്പാണ് ഇതിൽ പരാമർശിച്ച് കാണുന്നത്. അതേപോലെ ലമ്മയുടെ പ്രയോഗം, പിന്നെ നഹ്നു ഉപയോഗിച്ചുകൊണ്ട് എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയോഗം കൂടി ഉണ്ട്. ഈ പ്രയോഗങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടതും അടയാളപ്പെടുത്തേണ്ടത്. അൽ മുദരിസ് ദർസുൽ അശ്റൂൻ പാഠം 20. അൽ മുദരിസ് തഅഖർത യാ ഉസാമതു ഐന കുൻത. തഅഖർത യാ ഉസാമതു. തഅഖറ എന്താണ്? ലേറ്റായി. വൈകി, വൈകി അല്ലെങ്കിൽ ലേറ്റായി. ഏത് ഗ്രൂപ്പാണ്? തദക്കറ ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെ മാളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തഅഖറ യാ ഉസാമത്ത്. ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ പാഠത്തിലെയും എംഫസൈസ് ചെയ്യാണ്ട് എവിടെയാണ് ഊന്നലുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉസാമ ലാ തുആഖിദ്നി യാ ഉസ്താദ്. ലാ തുആഖിദ്നി എന്തായി? ലാ തുആഖിദ് ഏത് ഗ്രൂപ്പാ? കഴിഞ്ഞ പാഠത്തിൽ വന്നതാണ്. അപ്പൊ ഈ വാക്ക് എവിടെ വായിച്ചിട്ടുണ്ട് നമ്മൾ? ലാ തുആഖിദ്നി എന്ന്. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയും വായിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. ഇത് വായിച്ച എവിടെയാണ് നമുക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് ആഴ്ചയിൽ വായിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. ലാ തുആഖിദ്നി ബിമാ നസീതു. ലാ തുആഖിദ്നാ എന്നാണ്. അപ്പൊ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനായും ഉണ്ട് സൂറത്തുൽ ബഖറയിൽ. ലാ തുആഖിദ്നി എന്ന് അൽ കഹ്ഫിൽ തന്നെ ഉണ്ട്, ഇങ്ങനെ തന്നെയുണ്ട്. ലാ തുആഖിദ്നി യാ ഉസ്താദ്. ഉസ്താദ് എന്നെ പിടിച്ച് ശിക്ഷിച്ചോളരുന്നത്. ഇന്നമാ ദഹബതു ഇലൽ മുതവദ്ദിഇ ലിഅതവദ്ദഅ. ഇന്നമാ ദഹബതു ഇലൽ മുതവദ്ദിഇ ലിഅതവദ്ദഅ. അപ്പൊ എന്തായി? ഇവിടെ മുതവദ്ദിന്റെ അതവദ്ദഅ എന്ന് പറഞ്ഞിട്ട് എന്തായി? തവദ്ദഅ. എന്ത് ചെയ്തു? വുളു എടുത്തു. ഹദീസൊക്കെ വരുമ്പോഴത്തേക്ക് പല 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 പ്രാവശ്യം ഈ വാക്കുകൾ വരും. തവദ്ദഅ വുളു എടുത്തു. എന്താണ് അർത്ഥം? തവദ്ദഅ വുളു എടുത്തു. വുളു. ഓക്കെ ഓക്കെ. തവദ്ദഅയുമായി ബന്ധപ്പെട്ട് കുറെ വാക്കുകളുണ്ട്. അതിലൊന്നാണ് തവദ്ദഅ എന്ന് പറഞ്ഞ തദക്കറ ഗ്രൂപ്പാണ്. തദക്കറ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കിയാലേ ഇതിന്റെ കൽപ്പനക്രിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നീ ഒന്ന് കൊടുക്കൂ എന്ന് പറയുമ്പോ തവദ്ദഅ, നീ ഒന്ന് കൊടുക്കൂ, തദക്കർ. അതേപോലെ ഇലൽ മുതവദ്ദിഅ, എവിടെ? മുതവദ്ദിഅ എന്ന് പറഞ്ഞാല് വുളു എടുക്കുന്ന സ്ഥലം. ഞാൻ മുതവദ്ദിഇലേക്ക് പോയതാണ്. മുതവദ്ദിഇലേക്ക് പോയതാണ്. ഇന്നമാ ദഹബതു ഇലൽ മുതവദ്ദിഇ, ഞാൻ വുളു എടുക്കുന്ന സ്ഥലത്തേക്ക് പോയതാണ്. ലിഅതവദ്ദഅ. ലാമു തഅലീലാണ് കേട്ടോ.
ലാമു താലീല്, കാരണം പറയുന്ന ലാമാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ പോയത്? ഒന്ന് കൊടുക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? അൻ മറിഞ്ഞ് നെസ്റ്റ് ചെയ്തിരിക്കുക. ലാ തവല്ലാന്നാണ്. ലാ അല്ല, ലീ. ലാമു താലീൽ എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. അവിടെ നമ്മൾ ഫത്താഹ് ലാമ് കൊടുത്തിട്ടുണ്ട്. 2 തരം ലാമ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ജറിന്റെ ലാമ്, ലില്ലാഹി എന്ന് പറയും. അവിടെ പറയുന്നതിന് പേര് പറയുന്നത് എന്താണ്? ലാമ് എന്നാണ് പറയുന്നത്. അതായത് ഒരു അക്ഷരം മാത്രം പറയുമ്പോൾ അതിന്റെ പേര്, ഒരു അക്ഷരം മാത്രം വരുമ്പോൾ അതിന്റെ പേരാണ് ഭാഷയിൽ പറയുന്നത്. ഓക്കെ, ആ പേര് അപ്പം അങ്ങനെ അത് പ്രയോഗിക്കുമ്പോഴത്തേക്കാണ് അതിന്റെ, അത് എങ്ങനെയാണോ പ്രയോഗിക്കുന്നത് അപ്പോഴാണ് അതിന്റെ അടയാളം കൂടെ വരുന്നത്, ഷെക്കില് കൂടെ വരുന്നത്. അപ്പോ ലാമുൽ ജറാണെങ്കിൽ ഇവിടെ 2 സ്ഥലത്തും കസറാണ് വരുന്നത്. ലാമുൽ ജറാണെങ്കിൽ ലില്ലാഹി, ലി അത്തവല്ല വന്നിടത്ത് ലാമുൽ ജറല്ല, മറിച്ച് എന്താണ്? ലാമുൽ തഅലീലാണ്. കാരണം പറയുന്നത് ലാമാണ്. അതിന്റെ കാരണം എന്താണ്? ലാമുൽ ജറ് വരുന്നത് ഇസ്മിന്റെ മുമ്പിലാണ്, ലാമു തഅലീൽ വരുന്നത് ഫിഅലിന്റെ മുമ്പിലാണ്. കൺഫ്യൂഷന്റെ കാര്യമില്ല, ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. നാമത്തിന്റെ മുമ്പാണെങ്കിൽ കസർ ചെയ്യുക, ഫിഅലിന്റെ മുമ്പാണെങ്കിൽ ഫിഅൽ മുളാരിയാണ്, ഫിഅൽ മുളാരിന്റെ മുമ്പിലാണ് ലാമു തഅലീൽ. ഫിഅൽ മുളാരിന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്, എന്ത് ചെയ്യുക? നെസ്ബ് ചെയ്യുക. അപ്പൊ അൻ മറിഞ്ഞിട്ടുണ്ടെന്നതാണ് അവിടെ സങ്കല്പം. ലി അത്തവല്ല, ലി അൻ അത്തവല്ല, ഞാൻ ഓത് എടുക്കുന്നതിന് വേണ്ടി. വഖദ് ഹാന വഖ്തു സ്വലാഹ്, വഖ്തു സ്വലാത്തി എന്നാണ് നമ്മൾ നിർത്തുമ്പോൾ വഖ്തു സ്വലാഹ്. ആൾക്കാർ ഹയ്യാല സ്വലാത്ത് എന്നാ പറയാ. ഹയ്യാല സ്വലാത്തല്ല, ഹയ്യാല സ്വലാഹ്, ഹായുള്ള അവസാനം. അതുപോലെ ഖദ് ഖാമത്തി സ്വലാത്തു, ഖദ് ഖാമത്തി സ്വലാഹ്, രണ്ടും കൂടെ ചേർത്ത് വരാണെങ്കിൽ ഖദ് ഖാമത്തി സ്വലാത്തു, ഖദ് ഖാമത്തി സ്വലാഹ്. വേറെ പറയണമെങ്കിൽ ഖദ് ഖാമത്തി സ്വലാഹ്, ഖദ് ഖാമത്തി സ്വലാഹ്. ചില ആൾക്കാർ വന്നിട്ട് ഖദ് ഖാമത്തി സ്വലാത്തു, ഖദ് ഖാമത്തി സ്വലാത്ത് ദിക്റിൽ പോലെ ചൊല്ലിപ്പോകുന്നതാണ്. എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ ഖദ് ഖാമത്തി സ്വലാത്ത് എന്ന് പറഞ്ഞു. ഹലോ, നമസ്കരിക്കാൻ വരൂ, നമസ്കാരം തുടങ്ങി എന്ന് വിളിക്കുകയാണ്. ചില മുഅദ്ദിന്മാർ വിചാരിച്ചിരിക്കുക അത് ഇമാമിന് മാത്രം കേൾക്കാനുള്ള, മുതിർത്തോണ്ടിരിക്കുന്നവർ അറിവ് പോലും ഇല്ല. പള്ളിയുടെ മുന്നിൽ വരുന്നവര് അറിയുകയും ചെയ്യും. ഗൾഫിലാണെങ്കിൽ പല പള്ളികളിലും, സൗദി അറേബ്യയിൽ പല സ്ഥലങ്ങളിലും മൈക്കിലായിരിക്കും കൗണ്ട് എടുക്കുക, ഇമാം മൈക്ക് ഉപയോഗിക്കുന്നില്ല. ശരി, അതായത് വഖ്തു സ്വലാഹ്. ഖദ് ഹാന, ഹാനയുടെ അർത്ഥം എന്താ? ഹാന സമയമായി. ഹാന, ഹാന സമയമായി. ഹാന വഖ്തു സ്വലാഹ്, ഹാന എന്ന് ഉപയോഗിക്കുന്നത് സമയമായി എന്നതിനാണ്. ഹാന അൽ ഹൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഹൈൻ, ഇപ്പോൾ, ഈ സമയത്ത്. ഹാന എന്ന് പറഞ്ഞാൽ സമയമായി. ഹാന വഖ്തു സ്വലാഹ്, നമസ്കാരത്തിന് സമയം ആയിരിക്കുന്നു. ഖദ് ഓൾറെഡി കേട്ടോ. ഖദ് ഹാന, തീർച്ചയായും എന്ന് പറഞ്ഞാൽ ആ മാവിക്ക് മുമ്പ് ഖദ് വന്നു കഴിഞ്ഞാൽ ആ തീർച്ചയായും നടന്നു കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ അതെ, ഓൾറെഡി സമയമായി കഴിഞ്ഞു. വഖ്തു സ്വലാഹ്, ഖദ് ഹാന വഖ്തു സ്വലാഹ്. അൽ മുദരിസ് കഅന്നക തുരീദു അൻ തഖൂല ശൈഅൻ യാ മൂസ. മൂസ മുദരിസ് പറയാണ്, കഅന്നക തുരീദു, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഉണ്ടല്ലോ, അൻ തഖൂല ശൈഅൻ, എന്തോ പറയുന്നതിന്, ശൈഅൻ യാ മൂസ, മൂസ. നഅം തലഖൈതുൽ യൗമ റിസാലതൻ മിൻ വാലിദി. തലഖ എന്ന വാക്ക് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തലഖ,
അപ്പൊ ഉടനെ തന്നെ നമ്മൾ ബക്കറുടെ ക്ലാസ് തുടങ്ങും. അപ്പൊ ആ ബക്കറുടെ ക്ലാസ് ചെയ്യണം പെട്ടെന്ന് പഠിക്കും. തലക്കാ ആദമ. അത് തന്നെ ആദമ അല്ല ആദമു. തലക്കയുടെ താഴിലാണ് ആദം, അതുകൊണ്ട് ആദമു. തലക്ക സ്വീകരിച്ചു, ലഭിച്ചു. തലക്കൈത്തുൽ യൗമ എനിക്ക് കിട്ടി. വിശാലത്തൻ എന്ത് കിട്ടി? നോട്ടീസ്. വിശാല കിട്ടി. റസൂലാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നോട്ടീസാ. എനിക്കൊരു നോട്ടീസ് അല്ല, റിസാലത്ത് എന്താ? എഴുത്ത്. റിസാലത്തിന് കത്ത്. 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 രണ്ടും അറബി തന്നെയാണ് കേട്ടോ. റിസാലത്ത് എന്ന് പറയുന്നതും കത്ത് എന്ന് പറഞ്ഞതും അറബിയാണ്. ഖത്ത് എന്ന് അറബിയിൽ എഴുതും. ഖത്ത്. അങ്ങനെ ഹാ ഇല്ലാത്തതുകൊണ്ടാണ് മലയാളത്തിൽ കത്തെന്ന്. റിസാലത്ത് കിട്ടി. മിൻ വാലിദി എവിടെ നിന്നാണ്? എന്റെ വാപ്പാന്റെ അടുക്കൽ. അപ്പൊ തലക്ക എന്നത് എന്താണ്? തദക്കറ ഗ്രൂപ്പ് ആണ്. പക്ഷെ ഇവിടെ അവസാനം ദുർബലാക്ഷരമുണ്ട്. ഇന്നഹു യുസല്ലിമു അലൈക. ഇന്നഹു യുസല്ലിമു അലൈക. സല്ലമ അദ്ദേഹം സലാം പറഞ്ഞു. ഉപ്പ സലാം പറഞ്ഞിട്ടുണ്ട്. അലൈക താങ്കൾക്ക്. അപ്പൊ എന്ത് മറുപടി പറഞ്ഞു? വലൈക അലൈഹിസ്സലാം. നമ്മള് പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോഴാണ് അലൈഹിസ്സലാം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ആശയം ചിന്തിക്കുന്നില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരോടും സലാം അലൈക്കും എന്ന് പറയാമല്ലോ. നബിയോട് നമ്മൾ അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞു. ഏതൊരാളോടും അസ്സലാമു അലൈക്ക എന്ന് പറയാം. പക്ഷേ ഇസ്ലാം അതിന്റെ രീതി സ്വീകരിച്ചിട്ട് അസ്സലാമു അലൈക്കും ബഹുജനമായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ അദ്ദേഹം താങ്കൾക്ക് സലാം പറഞ്ഞു. സല്ലമ അലൈക. സലാം എന്ന് പറയുന്നുണ്ടല്ലോ, സലാം എന്ന് മാത്രം അങ്ങനെ പറയും. പറഞ്ഞുതരാം. ഇന്നഹു സല്ലമ അലൈക. ഉപ്പ താങ്കൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുദരിസ് എന്ത് മറുപടി പറഞ്ഞു? അലൈക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മറുപടി എന്ത് പറയണം? വലൈക്കും അസ്സലാം എന്ന് പറയണം. ഇനി ഉപ്പ വാപ്പ താങ്കൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ? മീഡിയേറ്ററാണ്. മീഡിയേറ്റർ അദ്ദേഹത്തോട് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അപ്പൊ കേൾക്കുന്നയാള് മീഡിയേറ്റർക്കും പറഞ്ഞ ആൾക്കും സലാം അടക്കണം. മീഡിയേറ്റർക്കും കൊടുക്കണം സലാം, പറഞ്ഞ ആൾക്കും. അതാണ് വ അലൈക. അലൈക താങ്കൾക്കും, വ അലൈഹി അദ്ദേഹത്തിനും, താങ്കളുടെ ഉപ്പാക്കും അസ്സലാം, സലാം ഉണ്ടാകട്ടെ. ഇനി എന്താണ് നിങ്ങൾ ചോദിച്ചത്? അല്ല, സലാം എന്ന് മാത്രം പറയും ചിലര് അങ്ങനെ. ഈ സലാം എന്ന് പറയുന്നവർ എന്താണ് അവരുദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ സലാം എന്ന് മാത്രം പറഞ്ഞാലും ഒരു വാക്യമായി. ഉദാഹരണം, അലൈഹി ഖാലു സലാമ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ മലക്കൾ വന്നിട്ട് എന്ത് ചെയ്തു? അവരെന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും എന്നല്ല പറഞ്ഞത്, സലാമ എന്ന് പറഞ്ഞു. അപ്പോ ഉസല്ലിമു നുസല്ലിമു സലാമൻ എന്നും പറയാമായിരുന്നു. കാരണം എന്താ? സലാമൻ എന്ന് നെസ്ബ് ചെയ്തിട്ടാണ് പറഞ്ഞത്. എന്തായിരുന്നാൽ അവര് സലാം അല്ലെങ്കിൽ സലാമ എന്നാണ് പറഞ്ഞത്, നെസ്ബ് ചെയ്തിട്ടാണ്. നേരിട്ട് പറയുമ്പോ സലാമ അവര് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞ കാര്യം. ഈ മലക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയോട് സലാം പറഞ്ഞപ്പോ സലാമ എന്നാണ് മലക്കൾ പറഞ്ഞതായിട്ട് ഖുർആൻ വന്നിരിക്കുന്നത്. ഇനി അതിന്റെ ഉദ്ദേശം ഖാലു നുസല്ലിമു സലാമൻ എന്നും വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ താങ്കൾക്ക് സലാം പറയുന്നു എന്നർത്ഥം. എന്തായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ മറുപടി പറഞ്ഞത്? ദഖലു അലൈഹി ഖാലു സലാമ ഖാല സലാമുൻ അല്ലേ? ഖാല സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞ എന്താണ്? സലാമുൻ, ലംബ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോ നസ്ബ് ചെയ്യപ്പെട്ടതിനേക്കാളും
റഫ് ചെയ്യപ്പെട്ടതാണ് ശ്രേഷ്ഠം. കാരണം എന്താണ്? ഇങ്ങോട്ട് സലാം പറയുമ്പോൾ തിരിച്ച് ശ്രേഷ്ഠമായത് മറുപടി പറയണ്ടേ? അതെ അതെ. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ മറുപടി പറഞ്ഞത്? സലാം. ശ്രേഷ്ഠമായതാണ് പറഞ്ഞു സലാം. അങ്ങനെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇസ്ലാം ഘടന നിശ്ചയിച്ചിട്ടുള്ള എന്താണ്? അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴത്തേക്ക് വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അതിലെന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ആയത്തിനെയും പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആശയങ്ങൾ മനസ്സിലാക്കാനും പല തലത്തിലേക്ക് വ്യാഖ്യാനിക്കാനും സ്വീകരിക്കാനും പല തലത്തിൽ നിന്നും പല ആംഗിളിൽ നിന്നും നോക്കിയാൽ പല പാഠങ്ങളും വ്യാകരണങ്ങളും പല കാര്യങ്ങളും ഗുണപാഠങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കും. ഞാൻ നമ്മളിവിടെ നിർത്തുകയാണ്. വാക്യത്തിന്റെ ഉദ്ധരണ ഇടയിലാണെങ്കിലും ഇവിടെ പറഞ്ഞപ്പോ ഇവിടെ നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നഹു യുസല്ലിമു അലൈക നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അപ്പൊ അതിന്റെ മറുപടി എന്ത് പറയണം? അവിടെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് കേട്ടോ. വലൈക വലൈഹിസ്സലാം. ഒരാൾ അവർക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുമ്പോഴത്തേക്ക് ഉപ്പാങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഉസ്താദ് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ സഹോദരൻ ഉസ്താദിന് സലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്ത് പറയണം? അലൈക അലൈഹിസ്സലാം, അല്ലെങ്കിൽ അലൈക്കി അലൈഹി സലാം, അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ അലൈക്കി അലൈഹസ്സലാം. അങ്ങനെയൊക്കെയാണ് മറുപടി പറയേണ്ടത്. ഏതായാലും അറബി ഭാഷ നന്നായി പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കുക, അതിന്റെ വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നുകൊണ്ട്, വ്യത്യസ്ത കോണുകളിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ആഴത്തിൽ ചിന്തിച്ച് സാറ് പറഞ്ഞത് സലാമ എന്നുള്ളതിന്റെ ആധിക്യത്തിന്റെ രൂപല്ലേ സലാമുൻ, അല്ലെ? അങ്ങനെയല്ലേ? അതെ, അങ്ങനെയല്ല പറഞ്ഞത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് മറുപടി പറയേണ്ടത് അസ്സലാമു അലൈക്കും പറയുമ്പോഴത്തേക്ക് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ കൊടുക്കണ്ടേ? അധികം കൊടുക്കണം. പറഞ്ഞയാള് സലാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അയാൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ കൊടുക്കണം. കാരണം എന്താണ്? ആരെങ്കിലും പറഞ്ഞാൽ ഹയ്യു ബി അഹ്സനി മിൻഹ എന്ന് പറഞ്ഞു. ആരെങ്കിലും നിങ്ങളോട് അഭിവാദ്യം ചെയ്താൽ അതിനേക്കാൾ ശ്രേഷ്ഠമായത് കൊണ്ട് പ്രത്യാഭിവാദ്യം ചെയ്യാന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അലോ സലാമ എന്ന് നെസ്ബ് ചെയ്യപ്പെട്ട രീതിയിൽ പറഞ്ഞപ്പോൾ അതിനേക്കാളും ശ്രേഷ്ഠമായത് സലാമുൻ എന്ന് പറഞ്ഞതാണ്. ഇത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞല്ല, എന്റെ ഗുരുനാഥൻ പഠിച്ചപ്പോൾ പറഞ്ഞ വ്യാകരണം അതേ രീതി ഞാൻ പറഞ്ഞതാണ്. അപ്പോ അതിന്റെ ശ്രേഷ്ഠമായ രൂപമില്ല. അത് അക്ബർ പോലുള്ള വസീലല്ല പറഞ്ഞത്. അക്ബർ പോലെ സലാം അറിയൂല അല്ലെ? നമ്മളൊരാളെ കാണുമ്പോൾ സലാം എന്ന് അറിയൂല, സലാമാന്ന് അറിയാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ചില ഇതിലൊക്കെ കണ്ടിരുന്നു സലാം എന്ന് മാത്രം. അങ്ങനെ അതാ ചോദിച്ചു, സലാമാന്ന് പറയാം. എവിടെ കണ്ടിട്ടുണ്ട്? ഇങ്ങനെ ഓരോ വാട്സാപ്പിൽ ഓരോ ഇതെല്ലാം വരുമ്പോ അതില് സലാം വാട്സപ്പ് എന്ന് പറയുന്നത് ഇതല്ല, ഹുക്കുമൊന്നുമല്ല. ഹുക്കുമും എന്താണ് അതിന്റെ മീനിങ് എന്നുള്ള ചോദിച്ചാ സാറിന്. അങ്ങനെ എങ്ങനെ നമ്മൾ കൈ കെട്ടുമ്പോ നെഞ്ചി കെട്ടണോ, പൊക്കളി കെട്ടണോ, ഉരുവത്തോതണോ, തർക്കിനോദണോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നവരാണ് നമ്മൾ പലരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സുന്നത്തിന്റെ ശ്രേഷ്ഠമായ രൂപമല്ലേ എടുക്കേണ്ടത്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വാട്സപ്പിൽ പറയുമ്പോൾ സലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വേറെ. ഞാൻ പലപ്പോഴും മെസ്സേജ് ആമുഖം ഉപസംഹാരം ഉപയോഗിക്കാറില്ല. കാരണം നമ്മൾ പെട്ടെന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിടാറുള്ളതാണ്. അതിനപ്പുറം അതിന്റെ നിയമം നോക്കുമ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് തന്നെയാണ് പറയേണ്ടത്. നിയമം അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇനി ആരെങ്കിലും അങ്ങനെ സലാം, ഇനി എന്താണ് സലാം എന്ന് മാത്രമേ പറഞ്ഞോളല്ലോ, അത് പൂർണ്ണമായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാനുള്ള നിയമമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രയോഗമുണ്ട്, ഖുർആനിലും വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഷ നന്നായി പഠിക്കാനും കലാമിന്റെ ഭാഷ നന്നായി പഠിക്കാനും അതിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ഭാഷ ഉപയോഗിച്ച് കാര്യങ്ങൾ ഖുർആനിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. والسلام عليكم ورحمه الله وبركاته.